ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മീ യുവർ അൽബേനഗിരി. സോ ലൈക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടിരിക്കുന്നത്, കുറച്ച് പേര് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ന് ലൈക്ക് ദൈവം സഹായിച്ചിട്ട് ഇന്ന് പച്ചക്കറിയൊക്കെ തീർന്നിരിക്കുകയാണ്. ലൈക്ക് ഞങ്ങൾക്ക് അവിടെ ആവശ്യമുള്ളത് കുറച്ച് സബോള, കുറച്ച് തക്കാളി, ഇതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ തീർന്നിരിക്കുകയാണ്. പിന്നെ ചിക്കനുണ്ട്, ആര് കഴിഞ്ഞിരിക്കുക. അപ്പോൾ പുറത്തു പോയിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ള പരിപാടിയാണ്. സമയം 12:30. ഓക്കെ, സോ അവരൊക്കെ താഴെ പോയേക്കാണ്. അദ്ദേഹം അല്ലെന്നും ജോസൊക്കെ താഴെ പോയേക്കാണ്. സോ അവരുടെ അടുത്തേക്ക് പോട്ടെ. ഓക്കെ, സ്റ്റണ്ട് രാജ അദ്ദേഹം ഈ സ്റ്റണ്ട് രാജ ജോസ് ടയർ ഇറങ്ങണില്ല, ഇല്ല വണ്ടി ഇത് പിടിച്ചാലോ. ഇന്ന് വേറൊരു മെക്കാനിസം കൂടി ഉണ്ട്. ഒന്നും ചെയ്തേ. കമോൺ. അന്ന് എനിക്കൊന്നും തരും സെക്കൻഡ് കഴിഞ്ഞ സ്ഥലക്കില് കറങ്ങാനായിട്ട് വണ്ടി. ഏത് വണ്ടി കിട്ടിയാലും ചെയ്യാം. അങ്ങനത്താ അല്ല വിളിച്ചേ. നീ അറിയിക്കോ, നിന്റെ ചന്തി ഇട്ടു. അയ്യോ സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ചെയിൻ പോയി ഗൈസ്. ഡോണറ്റ് അടിച്ചു, ഗഡി ചെയിൻ കളഞ്ഞു. പിടിച്ചടാ മക്കളെ. ടാൻ ടാൻ. ആ മൂലന്ന് മാറ്റി. ഗൈസ് മതി, പരിപാടിക്ക് വിശക്കണം, ഫുഡ് കഴിക്കാൻ പോ. കമോൺ. അടുത്ത ചേട്ടൻ വീലടിക്കണത് നേരെ പോയിട്ട് അത് ഇതിന് വേണ്ടിയില്ല. ഈശോ എങ്ങടെ പറക്കുന്ന ജോസ്. എന്റെ വണ്ടിക്ക് അങ്ങനെ എന്നാലും ഒരു ഗുമ്മുള്ളൂ എന്നല്ലേ. പോട്ടെ. 3 3 2 1 ഗോ. സൈഡ് കൊടുക്കില്ല. എന്റെ ഒറാമട്ട മുത്തപ്പ. ഒലിച്ചോണ്ടിരുന്നു. ലൈറ്റ് ഉണ്ടായിരുന്നു. ഒരു ക്വാർട്ടർ മൈലിലേ കാണുന്നേ. ഹെൽമെറ്റ് അടുത്താൽ വരും ഉണ്ടെന്നുള്ളൂ. ഞാൻ അലങ്ങനെ പിടിച്ചു കൊടുക്കണു, നിങ്ങൾ പിടിച്ചിട്ടായിരുന്നു. നമ്മുടെ വണ്ടി ഓഫ് ആയില്ല. എന്റെ ഇടയില് ക്വാർട്ടറല്ല പൈന്റ്. വണ്ടി എടുക്ക്. പോവാ പോവാ പോവാ.
അവൻ ഹെൽമെറ്റ് കൊള്ളാല കൈ വെച്ചിട്ട് വരുന്നത്. അനുഗ്രഹിച്ചിരിക്കുന്നു മകനെ. അയ്യോ ഏയ് ഇതൊരു ക്വാർട്ടർ വേണ്ട, പൈസ വേണ്ടത്. ആഫ്റ്റർ എഫക്ട് തണുത്ത് ഇറക്കിൻ്റെ കൂടെ ഒരുത്തൻ. എഞ്ചിൻ ബ്രേക്കിംഗ് ആകെ ഒരു കയ്യിൽ പിടിക്കാവുന്ന അത്ര മൂന്ന് എഞ്ചിനാ. ഇങ്ങനെ എടുക്കാന്ന് എഞ്ചിനാക്കി കൈവെള്ളയിൽ ഒതുങ്ങും. അതെ അതിനു വേണ്ടി വീലടിക്കണ്ടായിരുന്നു നേരത്തെ സിഗ്നൽ എടുത്തപ്പോ. അവിടുന്ന് ഇവിടുന്നൊക്കെ വണ്ടി വരും, നമുക്ക് പച്ചയാണല്ലോ ദൈവമേ. ഭ്രാന്ത. പട്ടി ടാക്സി. ഇതാണ് നൈറ്റ് ലൈഫ് ഇൻ അൽബേനിയ. ഈ വഴിയില്ല ക്ലബും പബ്ബും. സാധാരണ ഫുഡൊക്കെ രാത്രി ഇറങ്ങുന്നുണ്ടെങ്കിൽ ഹെപ്സിലാണ് അദ്വൈത് പോവാറ്. എവിടെയുള്ള നോക്കാം, ഹെപ്സിന്റെ മുന്നിൽ എടുക്ക്, അവിടെ ഉണ്ടാവും. വിളിച്ചിട്ട് കിട്ടണില്ല, വണ്ടി ഒന്നും കാണില്ലോ. ഹെപ്സ് എത്തിയല്ലോ. ചിരിക്കുന്നവൻ. നമ്മളെങ്ങടാ യൂട്ടർ എടുത്ത് കയറാനാ? ഏയ് അവിടെ വണ്ടി വെക്കണോ? അത് കാർബൺ ഫൈബർ ഹുഡ് കാണുന്ന ഫേക്കല്ല. അവിടുന്ന് ഫേക്ക ഇതെന്തത്? ചാമ്പിയിലെ തക്കാളി ഇഷ്ടമല്ലല്ലോ. എന്നാ പിന്നെ എന്തെങ്കിലും തക്കാളി ക്യാൻസൽ ചെയ്യുന്നില്ലേ? സംഭവം ചൊവ്വാഴ്ച രാവിലെ എങ്കിലും മറ്റേ മൺഡേ മീൽ എന്നിട്ട് ഹാപ്പി മീൽ അത് ഇതാ ലക്കി മൺഡേ എന്ന് പറഞ്ഞൊരു ഓഫർ ഉണ്ട് ഇവിടെ ഹെപ്സിൽ. അത് തീർന്നുണ്ടായിരുന്നില്ല. ഒന്ന് കയറി എന്നാ. ഈ ഒരു സെറ്റിന് 300 രൂപ ഉള്ളൂ. അങ്ങനെ 3 സെറ്റ് 900. അയ്യവാ അല്ലെന്നൊക്കെ വിശന്ന് പള്ള കത്തി ഉണങ്ങി. നമ്മൾ പിന്നെ അറിയിക്കില്ല അതൊന്നും. ഹെപ്സിന്റെ ബർഗർ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഹെപ്സ് എപ്പോഴും ചൂസ് ചെയ്യുന്നത് കഴിക്കാൻ. ചത്താലും സോഫയിൽ നിന്ന് മാറില്ല അദ്ദേഹം. ഗൈസ് അങ്ങനെ ഞങ്ങൾ ബർഗറും ഫ്രൈസും പെപ്സിയെ കുടിച്ച് കഴിഞ്ഞു. പുള്ളിക്കാരൻ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിരിക്കുക. അതങ്ങനെ ഒരു വാഴ. അതെ അത്യാവശ്യം നല്ല ഗെയിം തന്നെയാണ് കേട്ടോ. റൂമിൽ പോയിട്ട് കളിക്കാം. എന്നെ പോകാൻ പറ്റൂല്ലേ? അപ്പൊ നിങ്ങൾ നോക്കടാ, ഞാൻ പറഞ്ഞിട്ട്. ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതേ ഇതെല്ലാം തെറിച്ചു. നമുക്ക് പോവാം ജോസേ. പോവാം, വയറ് നിറഞ്ഞു. ഇനി കിടന്നുറങ്ങണം. രാവിലെ എൻ്റെ പരീക്ഷയ്ക്ക് പോണം. ശിവണേ മരം അമ്മേ. ബോർഡ് ആ റോഡ് ദേവി. തണുക്കുന്നുണ്ടേ. എന്താന്നറിയില്ല, ഇത്ര നേരം അവരാ ഹോട്ടലിലല്ലേ ചൂട്ടത്തിരുന്നിട്ട് പെട്ടെന്ന് ഇറങ്ങിയപ്പോഴും തണുക്കണം പെട്ടെന്ന്. കുറച്ച് നേരം മുന്നേ വന്നപ്പോ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ഓറഞ്ച് മസ്റ്റാങ് ഉണ്ട്. എല്ലാ ദിവസം അവിടെ ഉണ്ടാവും എവിടെയെങ്കിലും KT റോഡില്.
നമുക്ക് തെറി അറിയില്ല വിചാരം. അവൻ വിളിച്ചേ തന്തയ്ക്ക് വിളിച്ചേ. അത് നമുക്ക് ആ ഓടി പഠിച്ചുള്ള കുറച്ചാണല്ലോ അത് വണ്ടിയെടുക്ക്. പിള്ളേര് ഓടിയിട്ടമാര് 2 തെറി പറഞ്ഞ ഓടിയവന്മാര്. നീ ദേഷ്യം അവിടെ തീർക്ക്. അപ്പഴേക്കെല്ലാം പോവാ പിള്ളേര് വിട്ടടുത്ത് വെറുതെ ഇരുന്നേ. അല്ല നമ്മുടെ തന്തയ്ക്ക് വിളിച്ച് നമ്മള് വെറുതെ വിടും. അങ്ങനെ റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ച് ചെറിയ വാറൊക്കെ ആയിട്ട് ഇപ്പോൾ റൂമിലെത്തി. സംഭവം ഇവിടുത്തെ കുറച്ച് അഴുക്ക പിള്ളേരാ. മറ്റേ തിരുവനന്തപുരംകാരെ ഭാഷയല്ലേ, അഴുക്ക പൈലോളാ. ഒരാവശ്യമില്ലാണ്ട് നമ്മളെ തെറി വിളിച്ചാണ്. പിന്നെ ഞാൻ നമ്മുടെ അവിടുത്തെ വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ട്. ഇവിടെ അവരങ്ങോട്ടൊക്കെ തെറി വിളിക്കാനായിട്ട് നമ്മൾ ഈ തെറികളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആരെയും ഇങ്ങോട്ട് വിളിച്ചാൽ മനസ്സിലാക്കാനും ആവശ്യം വന്നാൽ തിരിച്ചു വിളിക്കാനും. പക്ഷെ ഇന്നത് ആവശ്യം വന്നു. ഒരാവശ്യമല്ല നമ്മുടെ തന്തയ്ക്ക് വിളിച്ചാൽ നമ്മൾ വെറുതെ വിടില്ല. എല്ലാവരും വിളിച്ചിട്ടുണ്ട്. മറ്റേ ലൈക്ക് ഇങ്ങോട്ട് കിട്ടിയതൊന്നും കൊടുക്കാണ്ട് പറ്റില്ല. പിന്നെ അവർക്ക് ലൈക്ക് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവർ ഓടി. അതാണ് സംഭവം. സോ അത് വേറൊന്നും ബാഡ് വിചാരിക്കരുത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. മണി 2:30 3:30 ആയിട്ടുള്ളൂ. സോ എല്ലാവരും ഇറങ്ങാൻ പോയി. അത് പോയി കിടന്ന് വെള്ളം കുടിച്ചിരിക്കുക. ആറ്റിറ്റ്യൂഡാണ്. സോ ലൈക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ തന്നെ വരെ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ബൈ.